കോട്ടയത്ത് വ്യവസായിയും ഭാര്യയും കൊല്ലപ്പെട്ടു. മൃതദേഹങ്ങൾ വിവസ്ത്രമാക്കപ്പെട്ട നിലയിൽ. പിന്നിൽ മകനെ കൊന്നവരോ? കോട്ടയം തിരുവാതിൽക്കലിൽ ദമ്പതികൾ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ മീരയുമാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 8:45 വീട്ടുജോലിക്കാരി എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറംലോകം അറിയുന്നത്. ഇരുവരുടെയും തലക്കേറ്റ ആഴത്തിലുള്ള മുറിവുകളാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അന്വേഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞു. ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അസം സ്വദേശിയായ അമിത് ആണ് കൊലപാതകം നടത്തിയതെന്ന സൂചനകൾ ലഭിച്ചു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു വരികയാണ്. മാസങ്ങൾക്ക് മുമ്പ് സ്വഭാവദൂഷ്യം കാരണം അമിതിനെ ജോലിയിൽ നിന്ന് വിജയകുമാർ പിരിച്ചുവിട്ടിരുന്നു. ഫോൺ മോഷ്ടിച്ചതിനാണ് തൊഴിലാളിയെ വിജയകുമാർ പിരിച്ചുവിട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതേ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാകാം ഒരുപക്ഷെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറയുന്നത്. വിജയകുമാറിൻ്റെയും മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു. മുഖത്ത് ആയുധം ഉപയോഗിച്ചുണ്ടാക്കിയ മുറിപ്പാടുകളുണ്ട്. രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങളെന്നും പോലീസ് പറയുന്നു. ഇന്ന് രാവിലെയാണ് നാടിനെ നടുക്കിയ കൊലപാതക വിവരം പുറംലോകം അറിയുന്നത്. വീടിൻ്റെ 2 മുറികളിലായി കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അമ്മിക്കല്ല് ഉപയോഗിച്ചാണ് പ്രതി പിൻവാതിൽ തകർത്ത് വീടിനുള്ളിൽ പ്രവേശിച്ചത്. വിജയകുമാറിന്റെ തലയിൽ മാരകമായ അടിയേറ്റിട്ടുണ്ട്. വീടിനുള്ളിൽ നിന്ന് കോടാലി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. CCTV ദൃശ്യം റെക്കോർഡ് ചെയ്യുന്ന DVR ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ പ്രതി മോഷ്ടിച്ചിട്ടുണ്ട്. വീടിന് ചുറ്റും CCTVകൾ ഉണ്ടായിരുന്നു. ഈ CCTVകളുടെ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്ന DVR ആണ് പ്രതി മോഷ്ടിച്ചിരിക്കുന്നത്. വീട്ടിലെ ജോലിക്കാരനായിരുന്നതിനാൽ തന്നെ CCTV ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയായിരുന്നു അമിതിന്റെ നീക്കമെന്ന് പോലീസ് സംശയിക്കുന്നു. വീട്ടിൽ ഒരു സുരക്ഷാ ജീവനക്കാരൻ ഉണ്ടായിരുന്നുവെങ്കിലും പ്രായാധിക്യവും കേൾവി പരിമിതിയുമുള്ള അദ്ദേഹം വിവരം അറിഞ്ഞത് നാട്ടുകാർക്കൊപ്പം മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രപ്രസ്ഥ എന്ന ഓഡിറ്റോറിയത്തിന്റെയും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഉടമയായിരുന്നു മരിച്ച വിജയകുമാർ. വീട്ടിൽ വിജയകുമാറും ഭാര്യയും മാത്രമായിരുന്നു താമസം. ഇവരുടെ മകനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കൊലപാതകിയുടെ ലക്ഷ്യം മോഷണമായിരുന്നില്ല എന്ന് പ്രാഥമിക വിലയിരുത്തലുകൾ നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോഷണശ്രമം നടന്നിട്ടില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. കൊല്ലപ്പെട്ട 2 പേരുടെയും ശരീരത്തിലെ ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടതായി സൂചനയില്ല. വീടിനുള്ളിൽ അലമാരയോ ഷെൽഫുകളോ ഒന്നും കുത്തിത്തുറന്നതായും സൂചനയില്ല. വിജയകുമാറിന്റെ മകന്റെ മരണത്തിലും ദുരൂഹത ഉണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്. 7 വർഷം മുമ്പാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതി വിജയകുമാറിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. ഗൗതമിന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് ദമ്പതികൾ കൊല്ലപ്പെടുന്നത്. മകന്റെ മരണത്തിൽ CBI കഴിഞ്ഞ മാസം 21-നാണ് FIR രജിസ്റ്റർ ചെയ്തത്. FIR ഇട്ട് കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ദമ്പതികളുടെ കൊലപാതകം. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകവും മകന്റെ മരണവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സമഗ്ര അന്വേഷണം ആവശ്യമാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന മുൻ വീട്ടുജോലിക്കാരനായ അമിത് DVR മോഷ്ടിക്കണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട് എന്ന് വ്യക്തമായി സംശയിക്കാം. ഇത് ആ വീട്ടുജോലിക്കാരനെ കൊണ്ട് ചെയ്യിച്ച കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിജയകുമാറും ഭാര്യയും മകനും ഇല്ലാതായതോടുകൂടി കോടികളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുവാനുള്ള ശ്രമമായിരുന്നോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവരുടെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തി വിജയകുമാറിന്റെ മകളാണ്. മകൾ അമേരിക്കയിൽ ഡോക്ടറാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.